അതായത് ഒരു മനുഷ്യന് അസാധ്യമായത് യാതൊന്നും ഇല്ല എന്ന്. എന്താകുന്നു അവന്റെ കൃത്യമായ ബ്ലോക്ക് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു ഇന്നലെ കോട്ടയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില തിരിച്ചറിവുകളായിരിക്കാം നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. മാത്രമല്ല നമ്മുടെ ചിന്താഗതിയിലൊക്കെ സാരമായ മാറ്റം, അതിശക്തമായ മാറ്റം കൊണ്ടുവരുവാൻ അത് സഹായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലത്തെ പ്രോഗ്രാം ഒരു അവലോകനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കുറച്ച് ആളുകൾക്ക് സംസാരിക്കാം. ആദ്യം ആര് സംസാരിക്കും? ഇന്നലെ നമുക്ക് എന്താണ് റിയാലിറ്റി, എന്താണ് നിങ്ങളുടെ ഫീൽ, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിച്ച് ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഇന്നലെ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ ഒരാൾ സംസാരിച്ച് പങ്കെടുത്ത ഒരാൾ. മൈക്ക് ഓണാക്കാൻ പറ്റുന്നുണ്ടല്ലോ. വാട്ട് യു ഫീൽ യെസ്റ്റർഡേ സെഷൻ? ആരും സംസാരിക്കുന്നില്ലേ? ഇന്നലെ ആരും ആ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. എന്നെ ശബ്ദം കേൾക്കുന്ന ഒരാൾ മൈക്ക് ഓണാക്കി സംസാരിക്കും. ലത അവിടെ ഉണ്ടായിരുന്നോ? ശരി, ഇന്നലെ കോട്ടയത്ത് പങ്കെടുത്ത ഒരാൾ ആരും സംസാരിക്കാനില്ല. സാറേ, ഗുഡ് മോർണിംഗ് സാറേ. ഞാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ഉല്ലാസാണ്, തൊടുപുഴയാണ് വീട്. വളരെ ശക്തമായ ഒരു ക്ലാസ് ആയിരുന്നു സാറേ. നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ടൊക്കെ മാറണൊക്കെ ഉണ്ട്. നമ്മുടെ പല ചിന്തകളും വളരെ ഒത്തിരി ആളുകള് എല്ലാരും ഹാപ്പി ആയിട്ടാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നു സാറേ. എല്ലാം ഭയങ്കര നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇന്നലെ കോട്ടയത്ത് നടന്ന പ്രോഗ്രാമിന്. സാറേ നമസ്കാരം. പറയൂ. ഇന്നലത്തെ ക്ലാസ് ഉച്ചവരെയാണെങ്കിൽ കൂടി നല്ല ഗ്രാൻഡ് പ്രോഗ്രാമാണ്. നല്ല തിരുവനന്തപുരത്ത് അവിടെ വന്നത് വെറുതെ ആയില്ല. ഈ ഹെഡ്ഫോൺ ഒഴിവാക്കി സംസാരിക്കാവോ? ഹെഡ്ഫോൺ ഒഴിവാക്കി സാറ് ഇന്നലത്തെ ക്ലാസ് രാവിലെ തൊട്ട് ഉച്ചവരെയാണെങ്കിൽ കൂടി നല്ല ക്ലാസ്സാണ്, നല്ല ഗ്രാൻഡ് പ്രോഗ്രാമാണ്. നന്നായിട്ട് തിരുവനന്തപുരത്ത് അവിടെ വന്നത് ഞങ്ങൾക്ക് വെറുതെ ആയില്ല. എന്നുവെച്ചാല് ആ തെറാപ്പിയൊക്കെ നല്ല ഫീലിങ്ങോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു. അത് നമുക്ക് സാറ് പറഞ്ഞ പോലെ ബ്രെയിന് കൊടുക്കാനും, നമുക്ക് ആവശ്യമില്ലാത്തത് ബ്രെയിന് കളയാനും, ആവശ്യമുള്ളത് ബ്രെയിനിൽ കൊടുക്കാനും ആ ഒരു ഫീലിങ്ങോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു. നല്ല സൂപ്പർ ക്ലാസ് ആണ്, നല്ല വൈബ്. സാറ് പറഞ്ഞ കോട്ടയത്ത് ഒരു നല്ല വൈബാണ് അവിടെ ഇന്നലെ എനിക്ക് അനുഭവപ്പെട്ടത്. എല്ലാവരും വളരെ ഹാപ്പിയാണ് എന്ന് ഞാൻ സംസാരിച്ചതും പരിചയപ്പെട്ടതും എല്ലാവരും നല്ല ഹാപ്പിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറേ. അതേപോലെ തന്നെ ഇനി ആരാണ് സംസാരിക്കുന്നത്? മോഹൻ സാറ് കുറെ തോമസ്. ഞാൻ ആദ്യം പറയാൻ മറ്റുള്ളവർ പറയട്ടെ എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. കോട്ടയത്തെ ക്ലാസ് സംബന്ധിച്ച് നമ്മുടെ ജീവിത വിജയത്തിന് എന്തെല്ലാം വേണം, നമ്മൾ എങ്ങനെ ജീവിതം നയിക്കണം, അതാണ് ഏറ്റവും 3 മണിക്കൂർ കൊണ്ട് സാർ അവതരിപ്പിച്ച നല്ലൊരു ഉഗ്രൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് സക്സസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മൈൻഡിലെ ചില നെഗറ്റീവ് പാറ്റേൺസ് എല്ലാം മാറണം. നമ്മുടെ മടിയും അലസതയും അശ്രദ്ധയും നമ്മുടെ ഈഗോ, മറ്റ് മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറി സ്പിരിച്വൽ അന്തരീക്ഷം നമ്മുടെ അന്തരാത്മാവിലേക്ക് വരുമ്പോൾ പ്രപഞ്ചം നമ്മളെ സഹായിച്ച് നമ്മൾ വിജയം വരിക്കും. നമ്മളെല്ലാം എക്സ്ക്യൂസ് പറയുന്നവരാണ് ഓരോ കാര്യത്തിന്. ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാനാണ് ഇന്നലെ പല പരിപാടി എങ്കിലും വന്നത്. അപ്പൊ അതിനുള്ള ഇൻട്രസ്റ്റ് മനസ്സിൽ പതിഞ്ഞുകൊണ്ടാണ് വരാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെ ആളുകൾ ഇത് നമ്മൾ 3-4 പേരോട് പറഞ്ഞെങ്കിലും 2-3 പേര് വന്നുള്ളൂ. വന്നവർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവരത് ട്രെയിൻ ചെയ്ത് ഇതിനോട് ചേരുമെന്ന് വിശ്വസിക്കുകയാണ്. ചേരണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാം പല പ്രശ്നങ്ങളിൽ വന്നവരാണ്. അവരെ പലരെ കാണാൻ സാധിച്ചു. എല്ലാവരും ഷെയർ ചെയ്തു. അവരുടെ എല്ലാ ജീവിത വിജയവും അവരുടെ പഴയകാല ചരിത്രവും നമ്മൾ കേട്ടു. അങ്ങനെ ഇത് ഒറ്റ ടീമായിട്ട് നമ്മൾ പോയാൽ സമൂഹത്തിന് വളരെ നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് ഹാപ്പി പാർക്ക്. അതിന് എല്ലാവിധ ആശംസയും നേരുന്നു. ഓക്കെ, താങ്ക് യു മൈ ഡിഫറൻസ്. ഇനി ആരാണുള്ളത്? വേറെ ആരാണ് സംസാരിക്കാനുള്ളത്? ഇന്നലെ നമ്മളെ പേര് പറയൂ. വിനോദ് കുമാർ.
പറയൂ. എന്തോ സാറേ ഇന്നലെ ഭയങ്കര ഒരു അതിശയമായി പോയി. എനിക്ക് ആ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നില്ലേ, അത് എന്തോന്നല്ല, ഇത് ഇത്രയും ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു ഭാരങ്ങളൊക്കെ ഇറങ്ങി പോയതുപോലെ ഒരു ഫീലിംഗ്. അത് എനിക്കും എൻ്റെ കൂടെ വന്നവരും അത് നല്ലൊരു അഭിപ്രായം പറഞ്ഞത്. വന്നത് നഷ്ടമായില്ല, വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ എന്നുള്ളതൊക്കെ. ഞാൻ ഒത്തിരി പേരെ ക്ഷണിച്ചിരുന്നു, വരാൻ യോഗമുള്ള ഒരു 2-3 പേരായിരുന്നു. അത് വന്നവർക്കൊക്കെ നല്ലൊരു മോട്ടിവേഷനും കിട്ടി, നല്ലൊരു ഭാരം ഇറങ്ങി പോയതുപോലെയും നല്ലൊരു ലൈഫിലേക്ക് ഒരു നല്ലൊരു ചിന്താഗതിയിലേക്ക് പോകാനുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് കിട്ടുകയും ചെയ്തു. അത് വളരെയധികം നന്ദി ഹാപ്പി പാർക്കിനും സാറിനും നമ്മുടെ ടീം അംഗങ്ങൾക്കും ഇന്നലെ വന്ന എല്ലാവർക്കും, ഇതിലുള്ള എല്ലാവർക്കും, ഇന്നലെ വരാത്തവർക്കും എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. വളരെ ഉപകാരം. ഇന്നലെ എല്ലാരും കൂടി വന്നിരുന്നെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടാവുമായിരുന്നോ സാറേ? ഉണ്ടാവില്ല സാറേ, സ്ഥലം ഉണ്ടാകില്ല. അവിടെ സൂചി കുത്താൻ നമ്മൾ എങ്ങനെയാണോ ഹാൾ ഏൽപ്പിക്കുന്ന ആ ഹാൾ നിറയലാണ് പതിവ്. ഇത്ര വലിയ ഹാൾ ഏൽപ്പിച്ചാലും ആ ഹാൾ നിറയലാണ് പതിവ്. ഇത് നിങ്ങളെ സംസാരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ, ഒത്തിരി ആളുകളുടെ ലൈഫിൽ പ്രതീക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൂടുതൽ സംസാരിപ്പിക്കുന്നത്. അതുപോലെ ഈ മാർച്ച് 5-ാം തീയതി നമുക്ക് മണി മൈൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 15ാമത്തെ ബാച്ച്. അപ്പോ എത്ര ആളുകൾക്ക് മണി മൈൻഡ് സെറ്റ്, പണക്കാരന്റെ മനസ്സിലോട്ട് മാറുന്ന തന്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര ആളുകൾക്ക് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ടൈപ്പ് ചെയ്തേ. എന്ന് ടൈപ്പ് ചെയ്താണ്. എത്ര ആളുകൾക്ക് മണി മൈൻഡ് സെറ്റ് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്തേ. നമസ്കാരം സാറേ. സാറേ, ഞാൻ മൈൻഡ് മണി സെറ്റിൽ ഇപ്പൊ ഈ 14ാമത്തെ ബാച്ചിലുണ്ട്. അപ്പൊ അത് തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത്? എങ്ങനെ പുതിയതാണോ അത്? 15 അതിൽ പങ്കെടുത്ത ആളുടെ ഇതിൽ പങ്കെടുക്കണ്ട, നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ട്രഷറിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ട്രഷറിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം, മണി മൈൻഡ് സെറ്റിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം. മണി മൈൻഡ് സെറ്റ് കഴിഞ്ഞ ശേഷം ട്രഷറിൽ പങ്കെടുത്തോളൂ. ട്രഷറിൽ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ശരി, ഞാൻ ഇന്നലെ കോട്ടയത്ത് വന്നിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു സാറേ. ഞാൻ ആദ്യം മൈക്ക് ഓൺ ചെയ്യാതിരുന്ന, വീട്ടിൽ നായയുണ്ട്, അവരിങ്ങനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തുകൊണ്ട്, അതായത് സൗണ്ട് ഇപ്പം മറ്റുള്ളവർക്ക് ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബ് ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മൈക്ക് ഓൺ ആക്കാതിരുന്നത്. വളരെ നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഹാൾ ഫുള്ളായിരുന്നു. അഡീഷണൽ കസേര ഇടേണ്ട ഒരവസ്ഥ വരെ വന്നു. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും, ഞാൻ സംസാരിച്ച എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. എല്ലാവരും ട്രഷറിൽ പങ്കെടുക്കണം എന്ന് അവിടെ നിന്ന് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ്. അത് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തി കിട്ടും. നേരെ മറിച്ചിട്ട് അത് നമുക്ക് പറ്റൂലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പറ്റില്ല. എന്താണോ നമ്മുടെ ഭാവം അതുപോലെ വരും, യാതൊരു സംശയമില്ല. ശരി, അപ്പൊ ഒരുപാട് ആളുകൾ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. ഇനി ആരാണ് ഇന്നലെ കോട്ടയത്തെ പ്രോഗ്രാം? ഗുഡ് മോർണിംഗ് സാറേ. ഞാന് റഫീഖ് സാറായിട്ട് സംസാരിച്ചിരുന്നു, സാറിനുമായിട്ട് മെൻഷൻ ചെയ്തു എനിക്ക് മണി മൈൻഡ് സെറ്റ് ഒന്നുകൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ബാച്ചിൽ ചേർന്നു സാർ. പക്ഷെ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നത്, ഒറ്റ ദിവസേ ഓൺലൈൻ ക്ലാസ് ഉള്ളൂ, ബാക്കിയൊക്കെ ആപ്പിലൂടെയാണെന്നാ പറഞ്ഞു. അത് ശരിയാണോ സാറേ? സാറിന് നേരത്തെ കിട്ടിയ ആപ്പിൽ സാറിന് കിട്ടിയില്ലേ ക്ലാസ്? ആപ്പിന്റെ ഇഷ്യൂ എനിക്ക് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സാറ് ഒരു കാര്യം ചെയ്യും, ഇത് സാറ് ബദറുദ്ദീൻ സാറായിട്ട് നേരിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഞാൻ സാറും സംസാരിക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ. അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഇപ്പൊ നമ്മൾ ഈ പബ്ലിക്കിൽ പറഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനും സാറായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പറയൂ. ഞാൻ ഇന്നലെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു സാർ. നല്ല പോസിറ്റിവിറ്റി സ്പ്രെഡിങ് പ്രോഗ്രാം തന്നെയായിരുന്നു. എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. സാറുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവര് ഇന്നലെ വീട്ടിൽ ചെന്നതിന് ശേഷം പറഞ്ഞ കുട്ടി വളരെ ഇച്ചിരി സന്തോഷവതിയായിട്ടിരിക്കുന്നു, കുട്ടികളുമായിട്ടൊക്കെ സ്നേഹമായിട്ടൊക്കെ കളിച്ചൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇനിയിപ്പോ അമ്മയ്ക്കും കൂടെ EFT
ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടില് ഇങ്ങനെ അതിൽ കൂടി നാട്ടില് കുറച്ച് ആൾക്കാരൊക്കെ ഏറെ ആൾക്കാർ വരട്ടെ, എല്ലാവരും സമാധാന സന്തോഷത്തിലൊക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവരിനോട് ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ വളരെ സന്തോഷമായിട്ട് സാർ. താങ്ക് യു സോ ഷീജ മച്ച് സാർ. ഇന്നലെ ഒരാളെ കൊണ്ടുവന്നിരുന്നു. ഷീജ അതെ ഒരു family. ഷീജ വളരെ സന്തോഷമാണ് അവർക്കിപ്പോ. അവര് പറഞ്ഞു വളരെ വളരെ നന്ദിയുണ്ട്, വളരെ ഉപകാരമായി എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഓക്കെ അവരെ EFT നിന്ന് കൊണ്ടുവരൂ. ട്രഷർ ഈ മണി അതെ മൻസിൽ 5-ാം തീയതി തുടങ്ങുന്ന മണി മൻസിൽ ഒന്ന് ആദ്യം കൊണ്ടുവരും പറ്റുകയാണെങ്കിൽ. EFT ചെയ്യാനാണ് സാറ് അവരോട് പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്കും കൂടി EFT ചേരാനായിട്ട്, രണ്ടുപേരും ഒരുമിച്ച് ചേരാനായിട്ടാണ്. അപ്പൊ അതില് ലിങ്ക് ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ബദറിൻ സാറിനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ബദറിൻ സാറിനോട് പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ട് ലിങ്ക് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി. എന്നാ EFT സ്റ്റാർട്ട് ചെയ്യുന്നത്? EFT നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർച്ച് 25-ന് ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ അത് സാറിന് കോൺടാക്ട് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ വരുന്നത് ട്രഷർ തുടങ്ങിയിട്ടാണ്. അതായത് ജൂണില് ഇനി EFT ഓഫ്ലൈൻ വരും. ട്രഷർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് ഓഫ്ലൈന് വരും, പിന്നെ ഓൺലൈൻ. അവര് ഗ്രൂപ്പിൽ ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ കൂടെ അറിയിപ്പൊക്കെ കിട്ടിക്കോളുമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓക്കെ, ജോർജ് മത്തായി സാർ സംസാരിക്കാൻ വന്നിരുന്നല്ലോ. ജോർജ് മത്തായി സാർ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ തൊടുപുഴ സ്വദേശിയാണ്. ഞാൻ സാറിന്റെ പ്രഭാതത്തിലെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കോട്ടയത്ത് പങ്കെടുക്കാൻ പറ്റി. ഒരു മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ അവനുണ്ടാകുന്ന വിജയത്തെക്കുറിച്ച് മനുഷ്യന്റെ ഉള്ളിലുള്ള പിശാചിനെയും അല്ലെങ്കിൽ മാലാഹയും ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു വലിയ ക്ലാസ്, വലിയ അനുഭവമായിരുന്നു. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാറിന്റെ ക്ലാസ് ഒരുപാട് ഫീൽ ചെയ്തു. കാരണം അവിടെ വെച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റി. കാരണം ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു. അവിടെ കൂടിയ എല്ലാവരും വലിയ ഹാപ്പി ആയിട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത്ര ഒരു വലിയ ജനക്കൂട്ടത്തെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും കോട്ടയം ഒരു പ്രത്യേക സ്ഥലമാണ്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അക്ഷരനഗരി വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു നഗരമാണ്. അവിടെ വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സന്തോഷമുണ്ട്. ഹാപ്പി പാർക്കിനും സാറിനും അവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ താങ്ക് യു സാർ. സാറ് കോട്ടയം ജില്ലയിലല്ലേ ഉള്ളത്? ഞാൻ ഇടുക്കി ജില്ല. തൊടുപുഴ ഇടുക്കിയുടെയും കോട്ടയത്തിന്റെ എറണാകുളത്തിന്റെയും ഒരു ചേരുന്ന സ്ഥലത്താണ്. ഏതായാലും കോട്ടയം നമ്മളെ നെട്ടിച്ചു കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ. ജനപങ്കാളിത്തം കൊണ്ടും അവിടുത്തെ സാറേ ഇടയ്ക്കിടയ്ക്ക് വെക്കണം. ഇനി വെക്കാൻ പറ്റുകയല്ലേ കോട്ടയത്തെ പരിപാടി? വെക്കാം. ഒത്തിരി സന്തോഷമായി സാറേ. ഹലോ സാറേ, ഇതുപോലെ ഒരു പരിപാടി ഞങ്ങളുടെ തൊടുപുഴയും സംഘടിപ്പിച്ച സാർ വന്ന് പങ്കെടുക്കില്ലേ? നോക്കാം. നമുക്ക് 14 ജില്ലകളിലും പ്രോഗ്രാം ചെയ്യാം. നമുക്ക് ആലപ്പുഴ, കൊല്ലം, ഇടുക്കി എല്ലാം ചെയ്യും. എല്ലാ ജില്ലയിലും ഉണ്ടാക്കി നല്ലതാണ്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായും എല്ലാ ജില്ലകളിലും പ്രോഗ്രാം വെക്കുന്നുണ്ട്. തൊടുപുഴ കോട്ടയത്ത് ഇത്ര എളുപ്പം വെക്കുമെന്ന് വിചാരിച്ചേ ഇല്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇന്നലെ എപ്പോ വീട്ടിൽ ചെന്നു സാറേ? ഇന്നലെ എപ്പോ വീട്ടിൽ ചെന്നു? ഇന്നലെ 10 മണിക്ക് എത്തി വീട്ടില്. ഓ ശരി. നമ്മള് കാറിലല്ലേ വന്നത്. ഓക്കെ. സുഖയാത്ര. എന്തായാലും കോട്ടയം എങ്ങനെയുണ്ട് സാർ? കോട്ടയം ഹൈ വൈബ് അല്ലേ, അതല്ലേ ഞാൻ പറയുന്നത്. കോട്ടയത്ത് നമ്മുടെ ഫുഡാവട്ടെ, അവിടെയുള്ള എല്ലാം, റൂമൊക്കെ നമ്മൾ സാധാരണ 5 സ്റ്റാർ ഹോട്ടലൊക്കെ റൂം എടുത്താൽ അത്രയും വലിയ റൂം ഉണ്ടാവില്ല. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒത്തിരി സെലിബ്രിറ്റീസുകൾ ഉണ്ട് അവിടെ, സിനിമാ നടന്മാര് ആൾക്കാരുണ്ട്. ഒത്തിരി നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പൊ കോട്ടയത്തിന്റെ ഹൃദയഭാഗം അത്. കോട്ടയത്തിന്റെ ഹൃദയഭാഗം റെയിൽവേ സ്റ്റേഷൻ കളക്ടറേറ്റിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഞാൻ ഒത്തിരി തവണ കോട്ടയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഹോട്ടൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഹോട്ടൽ പുതിയ ഹോട്ടലാണോ സംശയം. അതെ, ഒരു ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ഹോട്ടലാണ്. 10 വർഷത്തിന് ശേഷം ഈ ഹോട്ടൽ അവിടെ ഇല്ല. ടെക്സ്റ്റൈൽസ് ആയിരുന്നു അറിഞ്ഞത്. അതിപ്പോ ടെക്സ്റ്റൈലിന്റെ ഒരു വലിയ കടയായിരുന്നു അത്. അതെ, ടെക്സ്റ്റൈൽസ് ആയിരുന്നു. തുടങ്ങിയതാ. നമസ്കാരം, ഞാൻ രാജേഷാണേ. പറയൂ. ഇന്നത്തെ പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, സൂപ്പറായിരുന്നു.
പിന്നെ ഞാൻ കോട്ടയം എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ജില്ലയാണ്. കാരണം വർഷങ്ങൾ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്ത ഒരു ആളാണ് ഞാൻ. കോട്ടയം ജില്ലാ ഓഫീസിലെ, കോട്ടയം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഓഫീസിൽ, കോട്ടയം കളക്ടറേറ്റിലെ. അപ്പൊ ഞാൻ എപ്പോഴും കയറി ഇറങ്ങി നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മള് പിന്നെ അവിടെ കളക്ടറിലോട്ട് പോകുന്നതും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വേറെ ചെറിയൊരു റോഡുണ്ട്, ചെറിയൊരു വഴിയുണ്ട്, അതുവഴിയായിരുന്നു കയറി പൊയ്ക്കൊണ്ടിരിക്കുകയെങ്കിലും നമ്മൾ ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എൻ്റെ ഈ സർവീസിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ജോലി ചെയ്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങളാണ്, ഒന്ന് കോട്ടയവും ഒന്ന് കാസർഗോഡും. ഈ ഓഫീസിന്റെ അന്തരീക്ഷം നല്ല സൂപ്പർ അന്തരീക്ഷമാണ് അവിടുത്തെ. കോട്ടയത്തെ ഓഫീസും കാസർഗോഡും അങ്ങനെ തന്നെയായിരുന്നു. നല്ല അന്തരീക്ഷമാണ് അവിടുത്തെ. പ്രോഗ്രാം അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം അമ്മയും പെങ്ങളും കൊണ്ടുവന്നു. നിങ്ങൾ അഭിനന്ദിക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരൊക്കെ കൊണ്ടുവന്നതിന് സാർ. താങ്ക് യു സാർ. നല്ല പ്രോഗ്രാം ആയിരുന്നു. നല്ല അടിപൊളി സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയും ആൾക്കാരും അത്രയും ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് നല്ല പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, മാർച്ച് 25-ന് ഇതേ പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. മാർച്ച് 25-ന് രാജേഷ് സാറൊക്കെ പറ്റുമെങ്കിൽ എറണാകുളത്ത് വരുന്നതാണെങ്കിൽ അവിടെ ഒന്നും പങ്കെടുത്തു കേട്ടോ. വരാം. ശരി, ഇതേ പ്രോഗ്രാം ആയിരിക്കും, പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടാവും. ആലപ്പുഴ വെക്കണേ. ഏതാ? ആലപ്പുഴ വെക്കേഷന് വല്ല വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. പക്ഷെ എങ്കിലും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കോട്ടയത്തോട്ട് വരാൻ എളുപ്പം. കോട്ടയവും ആലപ്പുഴ വെക്കേഷനൊക്കെ പിള്ളേരെ കൂടെ നോക്കാം. മാർച്ച് 25-ആണോ? മാർച്ച് 15-ന് എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട്. മാർച്ച് 15 സൺഡേ. മാർച്ച് 25 പറഞ്ഞ ഇപ്പൊ സാർ? മാർച്ച് 25 EFT ആ പറഞ്ഞത് സാറേ. ഓക്കെ, കൊല്ലം വെച്ചാൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും കൊല്ലത്ത് വരും. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്നല്ലേ. ട്രിവാൻഡ്രത്തുണ്ടോ സാറേ? പിന്നെ ട്രിവാൻഡ്രത്ത് ഏപ്രിൽ 26-ന് വാർഷികം. അവിടെ നേരെ വീട്ടിലാ വന്നത്, ട്രിവാൻഡ്രത്താ വന്നത്. ട്രിവാൻഡ്രത്ത് നമ്മൾ വാർഷികം വരുന്നുണ്ട്. ഏപ്രിൽ 19-ന് വാർഷികം, ഫസ്റ്റ് വാർഷികം കോഴിക്കോട്. നമ്മൾ ഒരു സ്ഥലത്തായിട്ടല്ല വാർഷികം നടത്തുന്നത്, സംസ്ഥാനം ഒട്ടുക്കും വാർഷികം നടത്താൻ വേണ്ടി ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. ഹാപ്പി പാർക്കിന്റെ പ്രത്യേകത കേരളം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും ലൊക്കേഷൻ മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ അത്രയും ഇപ്പൊ ഇന്നലെ പങ്കെടുത്തില്ല. കോട്ടയം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലെ ആളുകളാണ് അത്രയും ആളുകൾ. അങ്ങനെ 14 ജില്ലകൾ വരികയാണെങ്കിൽ ശരിക്കും കോഴിക്കോട് മാത്രമായിട്ടൊരു പരിപാടി നടത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കോഴിക്കോട് കഴിഞ്ഞ തവണ നമ്മൾ ഈ വാർഷികം നടത്തിയപ്പോൾ പങ്കെടുത്തതിനായിട്ട് എത്രയോ ആളുകൾ പുറത്തായിരുന്നു, അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മൾ വാർഷികം സമുചിതമായിട്ട് ആർക്കും നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മൾ വലിയ ഫീ ഒന്നും ഈടാക്കാതെ ഈ രൂപത്തിലുള്ള തെറാപ്പി ഉൾപ്പെടെയുള്ള അതിശക്തമായ ഒരു സെഷൻ ആയിരിക്കും അന്നുണ്ടാവുക. അത് ഏപ്രിൽ 19-ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 26-ന് തിരുവനന്തപുരത്തും അതേ പ്രോഗ്രാം ഉണ്ടാവും. അതുപോലെ തന്നെ ഏപ്രിൽ 3-ന്, ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് ഇതേ പ്രോഗ്രാം എറണാകുളത്ത് വരുന്നത്. 2 ജില്ലകളിലായിട്ടാണ് നമ്മൾ വാർഷികം ആഘോഷിക്കുന്നത്. പിന്നെ അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, ഇടുക്കി ഇങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ പങ്കെടുക്കട്ടെ. കാരണം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ തിരിച്ചറിയാതെ അവരുടെ ഉള്ളിലുള്ള പൈശാചികതയെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുന്നു മഹാഭൂരിപക്ഷം. അപ്പൊ ഇത് ആളുകളെ കൃത്യമായി ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അതിന് നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മോഹൻ സാറേ, മാർച്ച് 15-ന് എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട് മോഹൻ സാർ. ഏപ്രിൽ 3-ന് പിന്നെ എറണാകുളത്ത് വെക്കുന്നത് എങ്ങനെ സാറേ? പിന്നെ ഏപ്രിൽ 19-നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സാറ് പറഞ്ഞ തെറ്റിപ്പോയതാണോ എന്തോ? മെയ് 3-ന് അങ്ങനെ പറയണം. ശരി, ഏപ്രിൽ 3 അല്ല, മെയ് 3-ന്. ഏപ്രിൽ 19-ന് കോഴിക്കോട്, ഏപ്രിൽ 26-ന് തിരുവനന്തപുരം, മെയ് 3-ന് എറണാകുളം. ഇങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത്. 14 ജില്ലയിലല്ല, സ്റ്റേറ്റ് വിട്ട് പോകണം സാറേ. സ്റ്റേറ്റ് വിട്ട് ആണോ പ്രോഗ്രാം? നമ്മുടെ ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കണം പ്രോഗ്രാം. അതാണ് ഞാൻ പറയുന്നത്. ബാംഗ്ലൂർ വെക്കണം, ചെന്നൈയിൽ, അതെല്ലാം പ്ലാൻ നിങ്ങൾ നമ്മളെ വിടുന്നില്ലല്ലോ. ഫുൾ ടൈം നമ്മൾ പ്രോഗ്രാം അല്ലേ, എൻഗേജ് അല്ലേ. അടുക്കിട്ടായി മാറി. ഏതാ
ഹാപ്പി പാർക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു അടുക്കും ചിട്ടയായി മാറിയത്, സത്യം പറഞ്ഞു. തീർച്ചയായിട്ടും സമയമാകുമ്പോഴാണ് സാർ മാറ്റം ഉണ്ടാവുക, ഒരു സംശയമില്ല. സാറിന്റെ ലൈഫിൽ എന്തെല്ലാമാണോ സാർ വിചാരിച്ചത് അതൊക്കെ അതേ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അച്ചിട്ട പോലെ. യെസ് ഓർ നോ? തീർച്ചയായിട്ടും 100% ശരിയാണ് സാറേ. എങ്ങനെയാണോ അദ്ദേഹം തന്റെ ജീവിതം ആവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അതുപോലെ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം അദ്ദേഹം തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിച്ചു, അത് സ്വീകരിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി, അദ്ദേഹം അതിൽ കഠിനമായി വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് അതിൽ അദ്ദേഹം സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് മാത്രമാണ്, വല്ല അത്ഭുതവും സംഭവിക്കുന്നതല്ല. അദ്ദേഹം അതിൻ്റെതായ എഫേർട്ട് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? അതായത് വെറുതെ എത്തി നോക്കിയിട്ട് ദൂരെ നിന്ന് നോക്കിയിട്ട് നടക്കുവോ നടക്കൂലേ നോക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തത് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോടും എറണാകുളത്തും തൃശ്ശൂരില്ല, കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ മാറി മാറി വരികയും ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു മാറ്റത്തിന് കാരണമായത്. വെറുതെ ഒന്നുമല്ല. മനസ്സിലായി? ആ റിസ്ക് അദ്ദേഹം എടുത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യം സാറിന്റെ അടുത്ത് വരുമ്പോഴുള്ള ആ രംഗങ്ങളൊക്കെ സാറിന് മറക്കാൻ പറ്റില്ലേ സാറേ? ഒരിക്കലും പറ്റില്ല. ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയില്ല സാറ്. സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ പ്രകാരം അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു എറണാകുളത്ത് ഒരു ഹോട്ടലിൽ. ഇതുവരെ ആ ലിഫ്റ്റ് ആരും കുടുങ്ങിയിട്ടില്ല, അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങി. ഞാനിങ്ങനെ ഇയാളെ വെയിറ്റ് ചെയ്യാണ്, അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സ്റ്റാഫ് പോയി, അവർ പോകുന്ന സമയത്താണ് ഇദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്നത്. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. ഏതായാലും അങ്ങേയറ്റം വരെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്തു, അങ്ങേയറ്റം വരെ. അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സർവേഷൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു മഹത്തരമായ സദസ്സിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സന്തോഷം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സാർ ഇപ്പൊ രണ്ട് വർഷക്കായില്ലേ ഹാപ്പി പാർക്കിന് കൂടെ? രാജേഷ് സാറെ 2 വർഷക്കായില്ലേ നിങ്ങൾ ഹാപ്പി പാർക്കിനെ കൂടെ? 2 വർഷത്തോളമായി. 2 വർഷത്തോളമായി. വെരി ഗുഡ്, സന്തോഷം. സാർ മൈൻഡ് സെറ്റില് 5-ാം തീയതി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. സാറേ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുമോ? മണി മൈൻഡ് സെറ്റിൽ 5-ാം തീയതി ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുമോ? ഞാൻ വേണമെങ്കിൽ അതിന്റെ നമ്പർ, കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്ന് ഞാൻ അയച്ചുതരാം. മണി മൈൻഡ് സെറ്റ് എല്ലാവരും അനുഭവിക്കണം സുഹൃത്തുക്കളെ, എല്ലാവരും അനുഭവിക്കണം. മണി മൈൻഡ് സെറ്റ് അനുഭവിക്കാത്ത ഒരാളുണ്ടാവരുത്. കാരണം അതൊരു ചാരിറ്റിയായി നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ആ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. അത് എൻ്റെ കൂടി ഒരു താല്പര്യമാണ്. താല്പര്യം മറ്റൊന്നും കൊണ്ടല്ല, അത് ആ രൂപത്തിൽ വർത്തായ ഒരു സംഭവമാവുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് അത് പങ്കെടുക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒത്തിരി ആളുകൾ അതിൽ പങ്കെടുത്തു, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. അവരുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടായി. ഞാൻ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. സാറേ അതിന്റെ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്തോളൂ. ഞാൻ ചാറ്റ് ബോക്സിൽ ആ ലിങ്ക് ഒന്ന് അയച്ചോളൂ. അതിലൊന്ന് ആൾക്കാരോട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ എറണാകുളത്തെ പ്രോഗ്രാമിനും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും. മോഹൻ സാറേ പറയൂ, എന്തെല്ലാമാണ് വിശേഷം? സുഖമായിരിക്കുന്നു സാറേ. യൗവനൊക്കെ തിരിച്ചു കിട്ടി, യുവാവായിരിക്കുന്നു. സുഖമായിരിക്കുന്നു സാറേ, സുഖമായിരിക്കുന്നു ഇപ്പോ. വെരി ഗുഡ്. എറണാകുളത്ത് വരണം. എറണാകുളത്ത് വെച്ച് നമ്മൾ ആദ്യത്തെ പുസ്തകത്തിന്റെ 3ാമത്തെ പതിപ്പ് പ്രകാശനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ആദ്യ പുസ്തകത്തിന്റെ അതിന്റെ പണിപ്പുരയിലാണ്. നോക്കാം നമുക്ക്. അതേതായാലും സാറിന്റെ സാന്നിധ്യത്തിൽ നമുക്കത് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും വരും സാറേ, തീർച്ചയായിട്ടും വരാം. ശരി, വളരെ സന്തോഷം. ഇനി ഇന്നലെ കോട്ടയത്ത് സംസാരിക്കട്ടെ സാറേ? പറയൂ സാറേ. ഞാൻ ശ്രീകുമാരി. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. അതുപോലെ സാറേ ഇന്നലത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയുള്ള അറിവുകളൊന്നും തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു സാറേ. സത്യത്തിൽ സാറിന്റെ ഓരോ വാക്കുകളിലൂടെയാണ് ചിന്തയെപ്പറ്റി മനസ്സിലാകുന്നത് തന്നെ. ഇന്നലത്തെ തെറാപ്പി വളരെ ഗംഭീരമായിരുന്നു. സത്യം പറഞ്ഞ പിന്നിലോട്ട് ചിന്തിച്ച് പോകാൻ പറഞ്ഞപ്പം സാറേ അത് ചിന്തിച്ചങ്ങ് കരഞ്ഞുപോയി. പിന്നീട് അതുപോലെ തന്നെ കൈയടിച്ച് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യേണ്ട വന്നു. സാർ ചെയ്യിച്ചത്
അപ്പൊ കൈയടിച്ച് ഐ ആം സക്സസ്ഫുൾ എന്ന് കൈയടിച്ച് സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ സാധിച്ചു. എൻ്റെ എല്ലാവിധ സങ്കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞുപോയി ഒരു പുതു ജീവിതം എടുത്താണ് ഞാൻ സാറെ തിരിച്ചു പോകുന്നത്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നും സാറിൻ്റെ വാക്കുകൾ കേൾക്കാനും തെറാപ്പി ചെയ്യാനും EFT ചെയ്യാനും ആക്ടിവിറ്റി ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും വിജയത്തെക്കുറിച്ചും വിജയിച്ചവരെ കുറിച്ചും ആണ് ചിന്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നത്. അങ്ങനെയുള്ള സാധ്യതയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കും സാർ. കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല, കാരണം ഞാൻ അത്ര സന്തോഷവതിയായിട്ടായിരുന്നു ഇന്നലെ വീട്ടിൽ വന്ന് കയറിയത്. അന്ന് ഞാൻ എറണാകുളത്തും വന്നിരുന്നു, പക്ഷെ എറണാകുളത്ത് എനിക്ക് മുഴുവനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊത്തില്ല. കോട്ടയത്ത് അത് സാധിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പം തിരിച്ച് സഫലമായി കിട്ടിയ പോലെയുള്ള ഫീലിംഗ് ആണ് സാറേ ഇപ്പോൾ എനിക്കുള്ളത്. ഞാൻ പലരോടും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്കിലും സാറേ ആരും വരാൻ താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ ഞാനും കൂടുതലങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവരുടെ സമയമാകുമ്പോൾ അവർ വരട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സാറേ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ വളരെ ശാന്തമായിട്ടും ഇപ്പോൾ കുറേ ഓർമ്മശക്തിയോടുമായിട്ടും ഞാൻ പറയുന്നതെല്ലാം കേട്ട് കഴിയുന്നു. വളരെ സമാധാനവും ശാന്തി എനിക്കും ഉണ്ട്, അദ്ദേഹത്തിനും ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു സാറേ. താങ്ക് യു സാറേ. ഇന്നലെ കോട്ടയത്ത് മുഴുവൻ സമയം വന്നിരിക്കാൻ സാധിച്ചത് സന്തോഷമായി. ഇനിയും സാറ് കോട്ടയത്തിന് വരണം. തീർച്ചയായും താങ്ക് യു. ഒരു ജില്ലയും ഒഴിവാക്കുന്നില്ല. അതുപോലെ ഗോപാലകൃഷ്ണൻ സാറെ വൈഫിനെയും കൂട്ടി വന്നു, വളരെ സന്തോഷം. ഗോപാലകൃഷ്ണൻ സാറും വൈഫും മുമ്പിൽ തന്നെ ഇരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ഇന്നലത്തെ പ്രോഗ്രാം, ലൈവ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ അതിനേക്കാൾ വലുതാണിതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്രയും റിസ്ക് എടുത്ത് തന്നെ ഞാൻ പരിപാടിക്ക് വന്നത്. പാലക്കാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തി ആ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ വൈഫായിരുന്നു, അവർക്കും നല്ലൊരു അനുഭവമായിരുന്നു. അവരതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഇങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെയും അവർ അതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് നല്ലൊരു അനുഭവം തന്നെയാണ്. പിന്നെ ശരിക്കും എൻ്റെ അനുഭവം പറഞ്ഞാൽ അത് നമ്മളെ മനസ്സുകൊണ്ട് ശക്തമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീണ്ടും ബാക്കിലേക്ക് പോകുന്ന രീതിയിലാണ് എനിക്ക് വീണ്ടും തോന്നിയത്. അപ്പോൾ അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പരമാവധി ശ്രമിച്ചു ആ നിന്ന ഭാഗത്ത് നിന്ന് ഇളകാനായിട്ട്. അത് നമ്മളെ മനസ്സുകൊണ്ട് ശക്തമായിട്ട് ആ ിലേക്ക് എത്തിയത് കൊണ്ട് ശരിക്കും അവിടെ നിന്ന് എനിക്ക് തീരെ ഇളകാനേ സാധിച്ചില്ല. അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചു, കാലം ഇളകുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ശക്തമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ഇന്നലെ ശരിക്കും തെളിയിച്ചു കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള ആ മെഡിറ്റേഷൻ ലാസ്റ്റ് നടത്തിയിട്ടുള്ള അതെല്ലാം തന്നെ വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. ശരിക്കും എല്ലാവരും അനുഭവിക്കുക, അത്രമാത്രമാണ് പറയാനുള്ളത്. പക്ഷെ എന്തായാലും അത്രയും റിസ്ക് എടുത്ത് അവിടെ വന്നതിൽ ഒരു നഷ്ടവും ഉണ്ടായില്ല. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല, അത്രയും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത്. വളരെ നല്ല ക്ലാസ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നലെ തന്നെ ശരിക്കും മനസ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത് ഇനിയും അത് കൂടുതൽ എവിടെ പരിപാടി വെച്ചാലും പങ്കെടുക്കണമെന്നുള്ളൊരു തോന്നൽ വന്നു. അത് ഓരോ ക്ലാസ്സും പങ്കെടുക്കുമ്പോൾ ഓരോ വ്യത്യാസമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെയും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഇതാണ് വലുതെന്ന് പറഞ്ഞ് വന്നതാണ്. അതിന് വലിയൊരു വില തന്നെയാണ്. അതായത് ഇതിനൊന്നും വില കൽപ്പിക്കാൻ പറ്റില്ല. അതായത് അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും ജഗദീശ്വരനും പ്രപഞ്ചശക്തിക്കും കരീം സാറിനും ടീമിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഓക്കെ സാർ. പിന്നെ ബാക്കി കാര്യം നമ്മുടെ വിനോദ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിനോദ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ സാർ, വന്നതിൽ അധികം പേര് നല്ല അനുഭവമാണ് പറഞ്ഞത്. ഞങ്ങളത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടും ഒരുപാട് നേരം അവിടെ ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചു. അപ്പോൾ ആർക്കും തന്നെ പോകാനുള്ളൊരു മനസ്സ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പരിപാടി എത്ര ഇരുന്നാലും സമയം പോകുന്നതെന്ന് അറിയുന്നില്ല. ആ പരിപാടിയിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോയി എല്ലാവരും. അപ്പോൾ സമയം വളരെ കുറവായി എന്നാണ് തോന്നുന്നത്. അവിടെ വീണ്ടും ഇരിക്കാനാണ് തോന്നിയത്.
അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു സാർ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. വളരെ നന്ദി. 3.5 മണിക്കൂർ ഉണ്ടായിരുന്നു പ്രോഗ്രാം. 3 മണിക്കൂറാ പറഞ്ഞത്, പക്ഷെ 3.5 മണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ചിന്തയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് ജസ്റ്റ് ഒരു ട്രാൻസിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിനോട് ഇളകാൻ പറ്റില്ലെന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ഏതാനും സെക്കൻഡുകൾ, ഏതാനും സെക്കൻഡുകൾ, മിനിറ്റുകളുണ്ടോ സാറേ? ഇല്ലല്ലോ, സെക്കൻഡുകളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതെ സാർ, അതെ സാർ. ഏതാനും സെക്കൻഡുകൾ ഞാൻ ഇദ്ദേഹത്തിന്റെ മനസ്സിന് സജഷൻ കൊടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി, ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി ഒന്ന് നടന്ന് നിങ്ങള് സ്ഥലത്തോട്ടൊന്ന് പോയെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇവിടുന്ന് ശരീരത്തെ ഇളക്കി നിങ്ങൾ ഇരിക്കുന്ന സീറ്റിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നതിന്റെ പരമാവധി ശ്രമിച്ചോളൂ. ഒരിക്കലും നിങ്ങൾക്ക് ഇളകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം കഴിവിന്റെ പരമാവധി നടക്കാൻ വേണ്ടി ശ്രമിച്ചു. പരമാവധി ഞാൻ ശ്രമിച്ചു, നടന്നില്ല. അതായത് സത്യത്തിൽ എന്താ ചോദിക്കുന്നതൊക്കെ വൺ ഡേ പ്രോഗ്രാമിനൊക്കെ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട്, പക്ഷെ അത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ ആധികാരികത ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരാളുടെ മനസ്സെങ്കിലും മാറിയാൽ എനിക്കത് അതാണ് ഏറ്റവും വലുത്. ഒരാളുടെ മനസ്സെങ്കിലും മാറിയാൽ. കുറെ ആളുകൾ ഇങ്ങനെ വരും, എന്തുവാ അത് അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടോ, പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നവരൊക്കെ ഏറെക്കുറെ നല്ലവരായ ആൾക്കാർ. മനസ്സിലായോ? ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി ഫ്രണ്ട്സ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രേ പറ്റുമെന്ന് ഒരാൾ വിചാരിച്ചു. സെക്കൻഡ് കൊണ്ട് അതിനേക്കാളും ഒത്തിരി അപ്പുറത്തോട്ട് പറ്റുമെന്ന് തെളിയിക്കാനും പറ്റി, സെക്കൻഡുകൾ കൊണ്ട്. അപ്പൊ എല്ലാ സമയവും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഇന്നലെ ആ എക്സ്പീരിയൻസ് കണ്ടില്ലേ? ഉല്ലാസ് സാർ കണ്ടില്ലേ ആ എക്സ്പീരിയൻസ്? ആ തോമസ് ജോൺ സാർ ഉണ്ടായിരുന്നു, മുമ്പിൽ തന്നെ ഇരുന്നിരുന്നു ജോൺ സാർ. എന്ത് പറയുന്നു ജോൺ സാർ? ഇന്നലെ ഈ അനുഭവങ്ങളോ ഒന്ന് കണ്ടില്ലേ സാർ? കണ്ടു സാർ. ഫസ്റ്റ് റോയിൽ തന്നെ എന്റെ തൊട്ടപ്പുറത്ത്, ഞാൻ ഒത്തിരി കൈ തന്ന് കാണും അല്ലേ സാറിന്? അതെ അതെ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? യെസ്റ്റർഡേ എക്സ്പീരിയൻസ്. അൻസാരി സാറൊക്കെ കൊണ്ട് എന്ത് പറയുന്നു ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച്? നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു സാറേ. ഞാൻ ഒരുപാട് നാളുകൊണ്ട് സാറിന്റെ പ്രോഗ്രാം പങ്കെടുക്കണം വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ കോട്ടയത്ത് വന്നുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റും. ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ റേഞ്ച് കുറവാണ്. ഏതായാലും വലിയ സന്തോഷം. ഇത് എല്ലാവരും ഒരു പാഠമാക്കി എടുക്കണം. നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് നമ്മൾ എല്ലാ ദിവസവും നടത്തിയിരിക്കണം സഹോദരന്മാർ. നിർബന്ധമാണ്. നമ്മുടെ സമയത്തിന്റെ ഒരു എഫേർട്ടിന്റെ ഒക്കെ കുറച്ച് എന്തായാലും ഇതൊരു ചെലവഴിച്ചേ പറ്റൂ. മനസ്സിലായോ? ശരി, ഇനി ആരാണ് സംസാരിക്കുന്നത്? സാലി ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ? കേൾക്കുന്നില്ല. സാലിം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ മണി മൈൻഡ് സെറ്റില് പങ്കെടുത്ത ഒരാളാണ്. ഞാൻ ട്രഷറിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വെരി ഗുഡ്. ട്രഷറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ ജീവിതത്തെ കുറിച്ച് ഇനി ഒന്നും പറയേണ്ടതില്ല. കംപ്ലീറ്റ്ലി തിരുത്തി. പറയൂ. ഹലോ സാർ. കേൾക്കുന്നു, പറയൂ. ഹലോ സാർ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നാണേ. ഞാൻ പ്രസന്നകുമാരി. ഹലോ സാർ. ഞാൻ രണ്ടര വർഷമായിട്ട് ഞാൻ ഹാപ്പി പാർക്കിനൊപ്പം ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ മോളെയും ഹസ്ബൻഡിനെയും കൊണ്ടുവരാൻ പറ്റിയതാണ്. മോൾ അവിടെ കോട്ടയത്ത് LLBക്ക് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഞാൻ 2.5 വർഷമായിട്ട് ഹാപ്പി പാർക്കിനൊപ്പം ഉണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എന്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ മോൾക്ക് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷെ ഇത് എന്താണെന്ന് എന്ത് ഞാൻ ചെയ്യുന്നെന്ന് എങ്ങനെയാണ് ഇതെന്നുള്ളതൊന്നും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് സാറ് കോട്ടയത്ത് ഈ പ്രോഗ്രാം നടത്തിയെന്നുള്ളതാണ്. കാരണം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിന് വളരെ സന്തോഷം. ഈ ഒരു സംഭവമായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് നീ പറഞ്ഞില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറിന്റെ മെഡിറ്റേഷനും തെറാപ്പിയും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തുടർന്നും ഇനിയും പ്രോഗ്രാം എവിടെ നടത്തിയാലും നമുക്ക് പോകണം. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്രഷറിൽ പങ്കെടുക്കണം. അതിന് എന്നോടൊപ്പം സഹായത്തിന് ഹസ്ബൻഡും മോളും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക്
എന്തായാലും ഈ പ്രോഗ്രാം അവരെ നേരിട്ടൊന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടത്തിയെടുക്കാൻ പറ്റി. അതേപോലെ തെറാപ്പിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോള് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അതിനെ ഇതിനൊന്ന് കേൾപ്പിക്കുക, ഇതെന്താണെന്നൊന്ന് അനുഭവിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതേതായാലും എനിക്ക് സാധിച്ചെടുത്തു. തുടർന്ന് ഇനിയും അവരെയും ഇതിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞെങ്കിലും പത്തനംതിട്ട ജില്ല ആറന്മുള എന്ന് പറയുന്ന സ്ഥലമാണ്. സാറിനൊക്കെ അറിയാമായിരിക്കും, ആറന്മുള ചരിത്രപ്രസിദ്ധമായ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലം, ആറന്മുള കണ്ണാടിയുടെ സ്ഥലം. അപ്പൊ അങ്ങനെ വളരെ പ്രസിദ്ധമായ സ്ഥലത്തു നിന്നാണ് വന്നത്. ഇനിയും മെഡിറ്റേഷനില് മോള് ഞാൻ 2 മാസം മുമ്പ് തൊട്ടേ മെഡിറ്റേഷൻ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. കേറിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഏതായാലും സന്തോഷം. ഞാൻ വളരെ കണ്ടു, നിങ്ങൾ അവരെ സന്തോഷം. കാണാൻ വളരെ വന്നല്ലോ. സംസാരിച്ചില്ലേ? നമ്മുടെ ഹസ്ബൻഡിനെ കണ്ടു, മോളെ കണ്ടു, നിങ്ങളെ സംസാരിച്ചു. കണ്ടു. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം സാറിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളതായിരുന്നു. അത് കണ്ടു. ഹസ്ബൻഡിനെയും മോളെ സാറിനെ പറ്റി ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു. അതെല്ലാം നടത്തിയെടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് കോട്ടയത്ത് ഇവിടെ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കേണ്ടതായിട്ട് വന്നതെന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. വെരി ഗുഡ്. വളരെ സന്തോഷം സാറേ, വളരെ സന്തോഷം. ഹലോ ആ, ഹലോ സർ, മൃദുല ഗുഡ് പറയൂ. മോർണിംഗ്. ഞാൻ പാലക്കാട് നിന്ന് മൃദുലയാണ്. വിനോദ് കുമാർ വാളയാർന്ന ചേട്ടൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. ഞാൻ പല പ്രാവശ്യമായി ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ക്ലാസ്സുകളാണ് സാറിൻ്റെ. പക്ഷേ സാറിനെ നേരിട്ടൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ദ വേ ഓഫ് ടോക്കിംഗ്, കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ എൻ്റെ മനസ്സിലുള്ള സ്ട്രെസ്സ്. ഞാൻ വളരെ ആക്റ്റീവാണ്, ബോൾഡാണ്, സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് ചിലവിടെയും അത് ഞാൻ പറഞ്ഞുള്ള ചില കാര്യങ്ങൾ ഞാൻ സാറോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എങ്ങനെ എനിക്ക് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും ചിലത് കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ പലപ്പോഴും മനസ്സിലേക്ക് ഫീലിങ്സ് എല്ലാം ജോബ് പരമായിട്ടാണെങ്കിലും എല്ലാം മനസ്സാവാച കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പഴയ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ പല ഫീലിങ്സ് ഉള്ളതുകൊണ്ട് നേരിട്ട് കാണാനും സംസാരിക്കാനും എന്നതാണ് എനിക്ക് വളരെ മോട്ടിവേഷൻ ആയിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് കാലങ്ങളായി കരഞ്ഞിട്ട്, പക്ഷെ ഇന്നലത്തെ ഒരു മോട്ടിവേഷൻ നമ്മുടെ മെഡിറ്റേഷൻ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ആ സങ്കടത്തിൽ നിന്ന് എനിക്ക് ഹാപ്പിനെസ്സിലേക്ക് എൻ്റെ ബോഡി ചലിക്കുന്നില്ല. ഡാൻസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഒരു സ്വല്പം പോലും എനിക്ക് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ക്ലാപ്പ്, ആ കരച്ചിൽ നിന്ന് എനിക്ക് ചെറിയൊരു പിഞ്ചിരി മൂത്ത് വന്നു എന്നല്ലാതെ ഒന്ന് സന്തോഷിക്കാൻ, ചിരിക്കാൻ പറ്റില്ല. അപ്പോഴും മനസ്സിലൊരു വിങ്ങലായിരുന്നു. ആ വിങ്ങൽ ഞാൻ സാറോട് പേഴ്സണലി ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഇന്നലെ സത്യം പറഞ്ഞാൽ 11:30 11:45 ഉറങ്ങുന്ന ഞാൻ ഇന്നലെ ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ ട്രാവൽ ചെയ്ത ബുദ്ധിമുട്ടുണ്ടോയെന്നറിയില്ല, മാക്സിമം ഞാൻ 10:30 മണിയാകുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങി. രാവിലെ 6 മണിക്കാണ് ഇടിച്ചത്. എന്താണ് വളരെ സന്തോഷമുണ്ട്. ഞാൻ മൈൻഡ് സെറ്റ് പ്രോഗ്രാമിലേക്ക്, ആ ലിങ്കിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനും സാറുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പ്രത്യേകം നന്ദി പറയാനുള്ളത് വിനോദേട്ടനോടാണ്. എനിവേ താങ്ക്സ്. അതായത് മൃദുലയോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവരോട് പറഞ്ഞു ഉറക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങൾ ഉറങ്ങിയിരിക്കും. നിങ്ങൾ ഉറങ്ങിയില്ലേ ഇന്നലെ? ഉറങ്ങി മൃദുല സാർ, ഉറങ്ങി. 10:30 നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷം ഒരു ബാത്റൂം പോകാൻ പോലും ഞാൻ എണീച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറെ കരഞ്ഞ് മനസ്സിൽ വിങ്ങി കരച്ചില്ല. ആ വിങ്ങല് സന്തോഷിക്കാൻ ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോഴും ചിരിക്കുമ്പോഴും ഒന്ന് എനിക്ക് ചിരിക്കാൻ പുഞ്ചിരി മാത്രമേ പറ്റുള്ളൂ. അതാണ് ഞാൻ സാറിനെ പേഴ്സണലി വന്ന് പറയാൻ കാരണം. മനസ്സിൽ എന്തൊക്കെയൊക്കെ സപ്രസ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അത് ഏതായാലും വലിയ സന്തോഷം. അതായത് അത്രയും അട്ടിയായിട്ട് സംഭവമാണ്. സന്തോഷിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മനസ്സ് ബ്ലോക്കായി പോയ ആൾക്കാർ ഒത്തിരി ആളുകളുണ്ട്. ഏതായാലും നിങ്ങളൊരു വളരെ കുറഞ്ഞ, നിങ്ങൾ ഇന്നലെ അടച്ച ഫീയും നിങ്ങൾക്ക് അവിടെ കിട്ടിയ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി പാർക്കിനാണോ കൂടുതൽ നൽകിയത്, ഹാപ്പി പാർക്ക് നിങ്ങൾക്കാണോ കൂടുതൽ നൽകിയത് മൃദുല? ഹാപ്പി പാർക്ക് നല്ലൊരു പ്രോഗ്രാമാണ് സാർ. എനിക്ക് ഹാപ്പി പാർക്കിൽ നിന്ന് സാറുടെ ക്ലാസ്സും സാറുടെ വർക്ക് എല്ലാവരും കൂടെയുള്ള എല്ലാം എനിക്ക് പേര് പറയാൻ കിട്ടുന്നില്ല. ആ കൂട്ടിട്ടേട്ടന്മാരുടെ എല്ലാവരും നല്ല സഹകരണം, എല്ലാവരും വളരെ, ഞാൻ കണ്ട ആൾക്കാരെല്ലാം ഭയങ്കര പ്ലസന്റ് ചിരിച്ച മുഖങ്ങളാണ്. ഞാൻ പലപ്പോഴും പലരുടെ അനുഭവങ്ങൾ ഇതിൽ കേൾക്കുന്ന സമയത്ത് ഒരു ഡിപ്രഷനായി ചേച്ചിയുടെ കുറെ കാലങ്ങൾക്ക് ശേഷം അവരുടെ മോൻ ആക്റ്റീവായിട്ട് വന്നതും അവൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ പോണു പറഞ്ഞു. അങ്ങനെ പല ആണുങ്ങളും, ചില ജെൻസും ലേഡീസും എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടപ്പോൾ എനിക്കും എന്തോ ലൈഫ് നമുക്ക് ഇനിയും കിടക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും സന്തോഷത്തും സ്വന്തം കാലിൽ നിൽക്കണം. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്വന്തം കാലിൽ തന്നെയാണ്. എല്ലാവരും ഉണ്ട്, പാരൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഷീസ് ഗ്രേറ്റ് എന്ന് പറയണം. മരിച്ചു പോണ മുമ്പ് ഷീസ് ഗ്രേറ്റ് എന്ന് ഏതെങ്കിലും രീതിയിൽ പറയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലവിടെയും കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലെ ആയാലും സീരിയൽസ് രംഗത്തോ സിനിമാ രംഗത്തോ ഒക്കെ ശോഭിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും
ഓഫേഴ്സ് വന്നാൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ശരി. അപ്പൊ ചെറിയൊരു മൃദുല, നിങ്ങൾ you have talked to me yesterday. I could see you personally and I can understand. I could understand what about you of course, I am feeling. waiting for you, sir. Whenever you free, you have to call me. I want to talk with you. Okay. Thank you so Okay. much. ഞാൻ പറയുന്നത് നിങ്ങൾ മണി മൈൻഡ്സെറ്റ് പങ്കെടുക്കുക, ട്രഷർ ഒന്ന് അനുഭവിക്കുക. Definitely it will be removed. Every problem it will be solved. Okay. Okay, sir. No doubt. സന്തോഷം. Okay. ഇനി ആരാണ് സംസാരിക്കുന്നത്? ഫിലിപ്സ് അവിടെ ഉണ്ടായിരുന്നോ? ഫിലിപ്സ് വീഡിയോയിൽ കാണുന്നു. ഏതായാലും വലിയ സന്തോഷം. എറണാകുളത്തും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. സാറേ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ചേർത്തലയിൽ ലൈലയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു സാറേ. സാറിനെ കാണാൻ പറ്റി, ദൈവാനുഗ്രഹം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ തെറാപ്പി നമ്മളെ ഏതോ ഒരു ലോകത്ത് കൊണ്ടെത്തിച്ച്. ഇന്നലെ വന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം വലുതായിരുന്നു സാറേ. എപ്പോഴും ഞാൻ സാറിനോട് ആലപ്പുഴ വെക്കുവോ എന്ന് പറഞ്ഞു. പക്ഷെ കോട്ടയാണേലും മതി സാറേ. ഒത്തിരി പേരോട് പറഞ്ഞു. എന്നാലും ഞങ്ങൾ 3 പേര് വന്നു. ആലപ്പുഴ ആകുമ്പോ കുറച്ച് പേര് കൂടെ കൊണ്ടുവരാം എന്ന് ഓർത്തായിരുന്നു. വളരെ നന്ദി സാറേ. സാറിന്റെ ടീമിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ സാറേ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി. ഇന്നലത്തെ തെറാപ്പി ചെയ്ത് നമ്മൾ ഏതോ ഒരു ലോകത്ത് പോയി. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു സാറേ. ഹാപ്പി ആയില്ലേ? നിങ്ങള് യുദ്ധത്തിന്റെ ന്യൂസ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് കേൾക്കുന്നത്. യുദ്ധത്തിന്റെ ന്യൂസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കി വെക്കും സാറേ. ചേട്ടൻ ഈ ന്യൂസ് കേൾക്കുന്നതാണ്. ഇപ്പൊ പോകാനിരുന്നുമാണ്. അതിന്റെ തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി ഗുഡ്. ഷാഹിദ് ഇന്നലെ ഉണ്ടായതോ? ഷാഹിദ് ഇന്നലെ വളരെ അഭിമാനപൂർവ്വം മകന് ഹസ്ബൻഡ് ഗംഭീരമായ ഒരു വരവാണ് ഷാഹിദ് ഇന്നലെ വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഷാഹിദ് ആറ്റിയെ? അടിപൊളിയായിരുന്നു സാർ. ഇന്നലത്തെ ക്ലാസ് ഒന്നും പറയാനില്ല സാർ. ഒരു 200 രൂപ രജിസ്ട്രേഷൻ ഫീസ് 3.5 മണിക്കൂർ സമയവും ചെലവഴിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എല്ലാവരും, ഞാൻ കുടുംബം മൊത്തമായിട്ടാണ് വന്നത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ക്ലാസ്സിനെ കുറിച്ച് രാത്രി വരെ ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഒരു മനുഷ്യന്, നമ്മൾ സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറേ അധികം അറിവുകൾ നമുക്ക് മുമ്പിലേക്ക് അവർ ഇട്ട് തരും. പക്ഷെ സാറ് ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഏത് റൂട്ടിലൂടെയാണ് നിങ്ങൾ കൃത്യമായിട്ടും പോകേണ്ടതെന്ന ഉള്ള ഒരു കൃത്യമായ വഴി സാർ തെളിച്ചു തരികയാണ്. ഇതാണ് ശരിയായ വഴിയെന്ന് നമുക്ക് ഒരാൾ കാണിച്ചു തന്നാൽ ആ വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ സാർ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് വളരെയധികം ഒന്നും പറയാനില്ല സാർ. ഓരോരുത്തരും അനുഭവിക്കണം. ഈ ഹാപ്പി പാർക്കിൽ ഇന്നലെ വരാത്തവർക്ക് ഭയങ്കര നഷ്ടമാണെന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്ലാസ് വെച്ചിട്ട് ഇത്രയധികം ആളുകൾ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ ഉണ്ട്. സാറിന്റെ ഫീലിങ്സ് എന്താണ് സാർ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്ന് തിരിച്ചു വരുമ്പോൾ കോട്ടയത്തിന്റെ മഹത്വം പറഞ്ഞാൽ പോകുന്നത്. നമുക്ക് കോട്ടയം എന്നറിയുന്നത് കോട്ടയത്തെ പ്രശസ്തനായ ആള് ഉമ്മൻചാണ്ടി സാറാണ്, മുൻ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നതുപോലെ തന്നെ അവിടെ എന്താ പറയാ, ഗംഭീരം എല്ലാ നിലക്കും, എല്ലാ അർത്ഥത്തിലും. അവിടെയുള്ള ഫുഡ് ആവട്ടെ, അവിടുത്തെ സ്റ്റേ ആവട്ടെ, എവറിഥിങ്, ഒന്നും പറയാനില്ല. മനസ്സിലായി. അൻസാരി സാർ ഇന്നലെ ഉണ്ടായതില്ല. അൻസാരി സാർ എന്ത് പറയുന്നു? അൻസാരി സാർ പോയോ? നേരത്തെ കണ്ടിരുന്നു, വീഡിയോയിൽ കണ്ടിരുന്നു. പോയോ? എന്ത് പറയുന്നു? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു അൻസാരി സാർ? സാറ് ട്രഷർ ബാച്ച് 8 റിപ്പീറ്റ് ചെയ്യണം സാർ കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത 8 ഇപ്പം തുടങ്ങിയില്ലേ സാറേ? 8 മെയിൽ തുടങ്ങും സാർ. മെയിൽ തുടങ്ങും. മെയില് ഞാൻ കേറുന്നുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, സൂപ്പർ പ്രോഗ്രാം, എക്സലന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് എറണാകുളം വരുന്നതിൽ കുറെ കൂടെ അടുത്താ കോട്ടയം. സാറിന്റെ എക്സാക്ട് വീട് എവിടെയായിരുന്നു? ഇവിടെ അല്ലേ? കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിലാണ് അല്ലേ? അതെ, ഞങ്ങളൊക്കെ കൊച്ചുണ്ണിയുടെ അടുത്താണ്. കൊച്ചുണ്ണിയുടെ നാടിന്റെ അടുത്താണ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളു കൊച്ചുണ്ണിയുടെ സ്ഥലത്തേക്ക്. ശരി, വളരെ 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 സന്തോഷം. നമുക്ക് ഇനി എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടാം. അതുപോലെ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് പങ്കെടുക്കുക. മുഴുവൻ ആൾക്കാരും അതിലൊന്ന് അനുഭവിക്കുക എന്ന് മാത്രം പറയുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി ആരൊക്കെ ഇന്ന് സംസാരിക്കാനും മറ്റും ഉണ്ടോ? പ്രോഗ്രാം അവലോകനമാണ്. ഫിലിപ്സ് ഉണ്ടായിരുന്നോ ഇന്നലെ?
എറണാകുളത്ത് കോട്ടയത്തുണ്ടായിരുന്നോ? കോട്ടയത്ത് ഏതായാലും നമുക്കൊരു ഗ്രാൻഡ് പ്രോഗ്രാം വെക്കണം സാറേ. നമുക്കൊരു EFTയുടെ ഒരു ഫുൾ ഡേ സെഷനോ സാർ ഇനി അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ പ്രോഗ്രാം വെക്കണേ സാറേ കോട്ടയത്ത്. തീർച്ചയായും ഫുൾ ഡേ സെഷൻ നമുക്ക് വെക്കാം. ഒരു EFT ഒക്കെ വെക്കാം നമുക്ക്. സമയത്തിന്റെ ഒരു പരിധിയാണ്, നിങ്ങൾക്ക് അറിയാലോ. എല്ലാ സൺഡേസും നമുക്ക് പ്രോഗ്രാംസുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ ആലോചിക്കാം. ഒരു കോട്ടയത്തും എല്ലാ സ്ഥലത്തും ആദ്യം നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ 3-3.5 മണിക്കൂറിന്റെ പ്രോഗ്രാം എല്ലാ ജില്ലകളിലും നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി ആളുകൾക്ക് അവരുടെ തന്നെ തടവറയിലാണ് അവർ കഴിയുന്നത് എന്നറിയാതെ ദുരന്തം പേറി നടക്കുകയാണ്. ഇത് സാർ കാണുമ്പോൾ ക്ലാസ് വയ്ക്കുന്ന സമയത്ത് ഫുൾ ഡേ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നുവെച്ചാൽ അധികം പേരും പല ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ടേ ആ കുറച്ച് സമയത്തിനുള്ളിൽ, പക്ഷേ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് അനുഭവങ്ങളാണ് കിട്ടുന്നത്. എന്നിരുന്നാലും അവർ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സാറിന് ഫുൾ ഡേ വെക്കുന്നതാണ് ഇഷ്ടം എന്നാണ് സാറ് പറയുന്നത്. ഫുൾ ഡേ വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെൻസുകളൊക്കെ വരും സാറേ. അവിടെ ഒരു ഹോട്ടല് ഇന്നലെ തന്നെ എന്തുവാ പറയാ, അപ്പൊ അത് നമുക്ക് ഫീയും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം വരും ഫുൾ ഡേ ആവുമ്പോൾ. ഇത് നമ്മൾ ഒരു തികച്ചും ഫീസ് കൊടുത്താലും നഷ്ടമില്ല സാർ. കാരണം എന്താ വെച്ചാൽ ഫീസ് കൊടുക്കാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അനുഭവമാണ് കിട്ടുന്നത്. പക്ഷെ ഇന്നലെ വന്നതിൽ തന്നെ ഒരുപാട് വ്യത്യാസ അനുഭവമുള്ള ആളുകളാണ് വന്നത്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള പരിഹാരം അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷെ അത് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത് നല്ലൊരു അനുഭവം കൂടിയായിരുന്നു. അതെ, അതിലൊരു വിഷയം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാറിനെ പോലെ ആളുകളുണ്ടാവും. പക്ഷെ ഇതിപ്പോ നമ്മളൊരു വലിയ ഫീസ് കൊടുക്കുകയാണെങ്കിൽ ആളുകളെ സംബന്ധിച്ചും അവർക്ക് അറിയില്ല. അവർക്ക് നേരെ മറിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫീസിനേക്കാളും എത്രയോ മുകളിൽ അവർ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ, ഒരു ടോയ് വാങ്ങാനോ, ഒരു സാരി വാങ്ങാനോ ഒക്കെ ഉപയോഗിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവരുടെ അന്തരാത്മാവിൽ മാറ്റം വരുത്തിയിട്ട് അവരിപ്പോ ഉള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ഒത്തിരി മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന അവരുടെ ഇന്നത്തെ കുടുംബജീവിതം, ഇന്നത്തെ മാനസിക ചിന്താഗതി, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കഥകൾ, ഇതിനെല്ലാം തിരുത്തി എഴുതി ഒരു പുതിയ മനുഷ്യനാക്കാൻ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് മുടക്കിയാൽ മതി എന്ന് ആർക്കറിയില്ല ഗോപാലകൃഷ്ണൻ സാറെ, സാധാരണക്കാർക്ക് അറിയില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇതിനെന്ത് കൊടുക്കേണ്ടി വരും, എത്ര ഫ്രീ ആയിട്ട് എന്ത് കിട്ടുന്നുള്ളൂ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടുമെന്ന. ഈ ഫ്രീ ആയിട്ട് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ച് നടക്കുന്നവന് പ്രപഞ്ചം ഒന്നും കൊടുക്കൂല. കാരണം അവന്റെ മനസ്സ് എപ്പോഴും ലാക്കിലാണുള്ളത്, ഇല്ലായ്മയിലാണുള്ളത്. ഈ ലാക്കിൽ അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് ഒന്നും ആവശ്യമില്ല എന്താണ്, കാരണം ഇയാൾ കൊടുക്കാൻ റെഡിയല്ല. ഈസ് നോട്ട് വില്ലിംഗ് ടു പേ. അതുകൊണ്ട് ഇയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും സൗജന്യം ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ് പുരുഷൻ. അത് ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളാരും സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ കണ്ടത്, നമ്മൾ അങ്ങനെയാണ് നമ്മുടെ എൽഡേഴ്സിനെ കണ്ടത്. മനസ്സിലായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഷെഫീനയുടെ മകളല്ലേ ഇത്? നിങ്ങളെ പേര് ഞാൻ മറന്നു. പേരെന്തായിരുന്നു? കേൾക്കുന്നില്ല. സാർ ഷെഫീന, ഷാഹിദയുടെ മോളാണ് അതെ, ഷെഫീന. ഷാഹിദയുടെ മകൾ ഷെഫീന. നിങ്ങള് ഷാഹിദിന്റെ പേരെ കിട്ടുള്ളൂ, നിങ്ങളെ പേര് എപ്പോഴും കാണാത്തതുകൊണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ പ്രോഗ്രാം? ആങ്ങളെ ഉണ്ടായിരുന്നു, ഫാദർ ഉണ്ടായിരുന്നു. ഫാദറൊക്കെ എന്ത് പറഞ്ഞു? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ തൊട്ട് നോമ്പായിരുന്നു എല്ലാവർക്കും. പക്ഷെ നോമ്പ് തുറയുടെ കാര്യമൊക്കെ മറന്നുപോയി സാറേ. ഞങ്ങള് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെയും സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള സംസാരം തന്നെയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ അടിപൊളി ക്ലാസ് ആയിരുന്നു സാറേ. ഇന്നലത്തെ ആ ക്ലാസ്സിൽ മാറാൻ പറ്റാത്ത മനുഷ്യർ ഇനി മാറൂല. മാറേണ്ടവർ ഇന്നലത്തെ ക്ലാസ് വിട്ട് ഫുള്ള് മൊത്തത്തില് സാറ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും വലിച്ചു വാരി വെളിയിലിട്ട് അലക്കി ക്ലിയർ ആക്കി നല്ല വൃത്തിയാക്കി തിരിച്ച് അതിന്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയൊരു ജീവിതം അവർക്ക് തുടങ്ങാം. അതുപോലെ പറയാൻ പറ്റുന്നില്ല എന്താ പറയേണ്ടത്. അടിപൊളി ക്ലാസ് ആയിരുന്നു ശരിക്കും. ഒരു മനുഷ്യൻ ആ ഒരു 3.5 മണിക്കൂർ പെട്ടെന്ന് പോയ പോലെ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ വാപ്പയൊക്കെ പറഞ്ഞു, അത്രയും സമയം പെട്ടെന്ന് പോയില്ല, അറിഞ്ഞു പോലും ഇല്ല, ഒരു അരമണിക്കൂർ അതിന്റെ ഉള്ളിൽ ഇരുന്ന പോലെ നമുക്ക് തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു സാറിന്. നമുക്ക് ഒരുപാട് ഇങ്ങനെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട് സാറേ. പക്ഷെ എല്ലാവരും ആ ഒരു മോട്ടിവേഷൻ കഴിയുമ്പോൾ നമ്മള് ആ ഒരു ഫീൽ അത് അവിടെ തീരും. പക്ഷെ സാറ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, ആ ഒരു സാറിന്റെ ആ ഒരു പവർ ഇങ്ങനെ
എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരു ഫീലിങ്സ് ആണ്. നമുക്ക് ഇങ്ങനെ സാറിനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തെടുത്ത് അതുപോലെ ചെയ്യാനൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. സാറ് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവാ, നല്ല വഴിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാ. എല്ലാവർക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റൂട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും, ആ വഴി പോയാൽ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമെന്ന്. പക്ഷെ സാറ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആ വഴി ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മള് തെറ്റിലേക്ക് ഇങ്ങനെ പോയാലും അവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും ഇടിച്ച് ഈ സൈഡിലേക്ക് കൊണ്ടുപോകണ ഒരു തോന്നലാണ് നമുക്ക്. രക്ഷപ്പെടാനുള്ളവർ, ഇന്നലെ കോട്ടയത്ത് വന്ന ആൾക്കാർ, ആ പ്രോഗ്രാം കണ്ടിട്ടുള്ളവരൊക്കെ അവിടെ നിന്ന് നല്ല സന്തോഷത്തിലാണ് പോയിട്ടുള്ളത്. ഞാന് ഈ മെഡിറ്റേഷനിൽ കാണുന്ന തോമസ് സാറിനെയും ഉല്ലാസ് സാറിനെയും ഒക്കെ കണ്ടായിരുന്നു, അവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷമായി സാറേ, ഒത്തിരി സന്തോഷമായി. ഞാൻ ആദ്യം ഒന്നും പറയാതിരുന്നത്, ഞാൻ ഒരു പുസ്തകത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോ ആദ്യമായിട്ട് കേൾക്കണവർ ഓർക്കും സാർ എന്നെ കൊണ്ട് പറയിക്കണതാണ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ്. എനിക്ക് അങ്ങനെ ചില ആൾക്കാർക്ക് തോന്നലുണ്ട്. ഈ ഫീഡ്ബാക്കുകളൊക്കെ പറയുമ്പം അത് കരീം സാറോ ഹാപ്പി പാർക്കോ ഒക്കെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അങ്ങനെ പറയിപ്പിക്കുകയാണെങ്കിൽ ഹാപ്പി പാർക്കൊക്കെ എന്നോ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെയൊന്നും നടക്കില്ല. ആർട്ടിഫിഷ്യാലിറ്റി സൂൺ ഡൈ. നമ്മള് സാറേ എന്നോട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അവർ പറയിപ്പിക്കുന്നത് അവരുടെ കോഴ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പറയിപ്പിക്കുന്നതാന്നൊക്കെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ എനിക്ക് ഏറ്റവും അടുത്ത ആളായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതോ എന്ന് ചോദിച്ചു, പറയാം നിങ്ങളും അവരുടെ ആളല്ലേ. അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മാറുവാൻ അവരുടെ മനസ്സ് അവർ സമ്മതിക്കുന്നില്ല. പണ്ടൊരു ഒരു പുഴയിൽ നിന്ന് ഒരു മാൻകുട്ടി ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോ ഒരു സിംഹം എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുടിക്കുന്ന വെള്ളം നീ അല്ല, ഞാൻ 10 വർഷം മുമ്പ് കുടിക്കുന്ന വെള്ളം നീ കലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ ശരിയാക്കാൻ വേണ്ടി പോവാണ്. അവ മാൻകുട്ടി പറഞ്ഞു, 10 വർഷം ഞാൻ ജനിച്ചിട്ട് പോലുമില്ല, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് അങ്ങ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പം പറഞ്ഞു, നീ ഇല്ലെങ്കിൽ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരോ ഒന്ന് എന്നെ എന്താക്കിയിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് സിംഹത്തിന് ഇപ്പൊ എന്ത് ചെയ്യണം, മാൻകുട്ടി എന്തായാലും പിടിക്കണം എന്ന് പറഞ്ഞ പോലെ അതിനൊരു കാരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ്, ഞാൻ പറഞ്ഞല്ലോ, അവരെല്ലാവരും നല്ലവരാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് 99% ആൾക്കാരും നല്ലവർ തന്നെയാണ്. കാരണം നല്ലവരല്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ക്രമത്തിൽ പോകുന്നവർ തന്നെയാണ് അധികം ആളുകൾ, സംശയമൊന്നുമില്ല. നല്ലവരല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ താറുമാറായി പോകും. എല്ലാവരും ശുദ്ധാത്മാക്കളാണ്. പക്ഷെ ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാകുന്നു. ആ അറിവ് അവർക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഹാപ്പി പാർക്കിനെ എതിർക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിൽ തന്നെ വേറെ ചില ആൾക്കാരൊക്കെ പറയും, ചില ലേഡീസൊക്കെ എന്നോട് പറയും, സാറേ എൻ്റെ ഹസ്ബൻഡിനെതിരെ എങ്ങനെങ്കിലും ഒന്ന് പങ്കെടുപ്പിക്കണം. അങ്ങനെ ഹസ്ബൻഡ് വരും. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിന് അഡിക്റ്റ് ആയിട്ട് മാറും. അതായത് അത്രയും ഇത് അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലേക്ക് മാറ്റും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എന്താ പറയാ, സമയമാകുമ്പോൾ ആളുകൾ വരും. ആരെയും നിർബന്ധിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഞാനൊരു 10 പേരോട് പറഞ്ഞാൽ, അതായത് നമുക്ക് എപ്പോഴും ഒരു ഈതറിങ് കോഡ് ഉണ്ട്, കാണാത്തൊരു കോഡ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ട്രഷറൊക്കെ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നത്? അതിന്റെ മാറ്റം, ആളുകളുടെ ചിന്ത യൂണിവേഴ്സിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ എനിക്കും അതിലൊന്ന് പങ്കെടുക്കണം, എനിക്കതൊന്ന് അനുഭവിക്കണം. അത് അനുഭവിക്കണം എന്ന് ഒരാളുടെ ഉള്ളിൽ വരാൻ കാരണം ഒരാൾ പറഞ്ഞിട്ടോ മറ്റൊന്നും ആവില്ല. അത്രയും പവർഫുൾ ആണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. നമ്മളത് നേരെ തിരിച്ചിട്ട് ഇതൊരു തട്ടിപ്പ് പരിപാടിയാക്കിയിട്ട് നിങ്ങളൊക്കെ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ ഞാനൊരു 10 പേരോട് ഹാപ്പി പാർക്ക് പറഞ്ഞാൽ, ഹാപ്പി പാർക്ക് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുക. എന്തും പറയാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം എന്നാണ് പറയാം. നമ്മൾ പബ്ലിക് ആയിട്ടാണെന്ന് പറയാം. നിങ്ങൾ കേൾക്കുന്നില്ലേ പറയാൻ വേണ്ടി പറയുന്നത്? എല്ലാവരും കേൾക്കെ, എന്താണ് ഈ പ്രോഗ്രാം, ഇതിന്റെ അവലോകനം എന്താണ്, അങ്ങനെയാണ് നമ്മൾ പറയാം. അതല്ലാതെ അവർക്ക് അനുഭവം ഇല്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കി പറയണമെന്ന് പറഞ്ഞാൽ, ഒരു 10 പേരോട് പറഞ്ഞാൽ അവർ 100 പേരോട് പറഞ്ഞാൽ കഥ കഴിഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ വിട്ടേക്കുക. അത്തരം വിഷയങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ഏതായാലും വലിയ സന്തോഷം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി എറണാകുളത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടാം. ഉല്ലാസ് സാറെ, എറണാകുളത്ത് വെച്ച് ഒന്നുകൂടി വേണേൽ പങ്കെടുത്തോളൂ. ഇതേ പ്രോഗ്രാം ആയിരിക്കും, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഗോപാലകൃഷ്ണൻ സാറൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ എറണാകുളത്ത് ഒന്ന് പങ്കെടുത്തോളൂ.
ഈ ഇതാരായിരുന്നു? റഷീദ ഇന്നലെ ഉണ്ടായിരുന്നോ? റഷീദ ഷാനി ഉണ്ടായിരുന്നോ? ഓണാക്കൂ. കുറച്ച് നേരമായി അവരിങ്ങനെ ഓണായി കിടക്കുന്നു. റഷീദ ഷാനി ഇന്നലെ ഉണ്ടായിരുന്നോ? കേൾക്കുന്നില്ല, സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല. മൈക്ക് ഓണാക്കാതെ സംസാരിക്കരുത്. മൈക്ക് ഓണാക്കി സംസാരിക്കും. ഹലോ, ഇന്നലെ ഉണ്ടായിരുന്നോ? എറണാകുളത്ത് ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നു സാറേ. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടു, മനസ്സിലായി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം? വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഒരു കസിനാ വന്നത്. പക്ഷെ അവര് ഒന്നും അറിയത്തില്ല. പക്ഷെങ്കില് ഇതിൽ വന്നപ്പം പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷമായി. ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് ഇത്രയും വലിയൊരു പ്രോഗ്രാം ആണെന്ന് ഞങ്ങളും അറിഞ്ഞിട്ടില്ല. നല്ല പ്രോഗ്രാം ആയിരുന്നു. വെരി ഗുഡ്. ഒരു സന്തോഷം, മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം. സാറിനെ കണ്ടതിലും സാറിന്റെ ടീമിനെ കണ്ടതിലും ഭയങ്കര സന്തോഷം. എന്റെ മോന് സാറിനെ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്നെ കണ്ടില്ലേ? ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ വന്നില്ലായിരുന്നു. ഞാനും വരട്ടെ, സാറിനെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ. ഇനി അടുത്ത കോട്ടയം പ്രോഗ്രാമിലോ എറണാകുളത്ത് വെച്ചുമ്പോ കണ്ടുമുട്ടാം. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്താണോ നിങ്ങള്? മണി മൈൻഡ് സെറ്റ് പങ്കെടുത്തായിരുന്നു. 11ാമത്തെ ബാച്ചിലായിരുന്നു. പ്രഷറിലുണ്ടോ ഇപ്രാവശ്യം? ഇല്ല, പ്രഷറിൽ കേറിയില്ല, കേറണം. എങ്ങനെയുണ്ടായിരുന്നു മണി മൈൻഡ് സെറ്റ്? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല പ്രോഗ്രാം ആയിരുന്നു. എന്റെ ഹസ്ബൻഡിന് എന്നെക്കാട്ടി കൂടുതൽ താല്പര്യം ഇതിനകത്ത്. ഞാൻ ഇങ്ങനെ ലിങ്ക് ഇട്ട് ആദ്യമേ അയച്ചു കൊടുത്തു. എങ്കിലും എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഇത് കേട്ട് കഴിഞ്ഞ്, പേരൊക്കെ കേൾക്കുന്ന ആളായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്നെ നിർബന്ധിച്ച് എന്നെ വിടുന്നതാ. ക്ലാസ് കേൾക്കണം. എനിക്കങ്ങ് മടിയാ സാറേ, എല്ലാത്തിനും അങ്ങ് മടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ നല്ല പ്രോഗ്രാം ആയിരുന്നു. വീട് എവിടെയാണ്? മാന്നാർ, ആലപ്പുഴ മാന്നാർ. ശരി, ഏതായാലും വലിയ സന്തോഷം. ഇന്നലെ കണ്ടു, ഒത്തിരി ആൾക്കാർ വന്നു, സംസാരിച്ചു. അതിലൊക്കെ വലിയ സന്തോഷം നമുക്കുണ്ട്. അതുപോലെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി നാളെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടാവും. അതിലും എല്ലാവരും പങ്കെടുക്കുക മാത്രം അറിയിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാന് ഷാഹിദയുടെ മോളാണ്. രണ്ടാമത്തെ മോള്. ഇന്നലെ ഇല്ലല്ലോ, ഇന്നലെ ഞാൻ കണ്ടില്ലല്ലോ. ഇന്നലെ വന്നിരുന്നു. നിങ്ങൾ എന്റെ അടുത്ത് പരിചയപ്പെടാൻ വന്നിരുന്നോ? വന്നിരുന്നു. അക്യുപങ്ചർ ലത്തീഫിക്കയുടെ കൂടെ. മനസ്സിലായി. ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്. മറ്റേ സാറുമായിട്ട് ഒരുമിച്ചാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി. പറയൂ. ഇത് എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ഞാൻ ഷെയർ ചെയ്യത്തില്ല. അവരും കൂടി വിഷമിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. ഇന്നലെ എന്നിട്ട് ആ മെഡിറ്റേഷന്റെ ആ സെക്ഷനിൽ ഉണ്ടായിരുന്ന എല്ലാ പണ്ട് മുതൽ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ഓർത്ത് കരഞ്ഞ് എല്ലാം വെളിയിൽ കളഞ്ഞ് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. കാരണം ഫാദർ കുഞ്ഞുനാളില് മരിച്ചായിരുന്നു. അപ്പൊ അന്ന് മുതൽ എൻ്റെ ഒരു ഡിഗ്രി വരെ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ ഒരുപാട് മറ്റ് കൂടെ പഠിക്കുന്നവരുടെ ഉമ്മയും വാപ്പയും ഒക്കെ വരുമ്പോഴൊക്കെ അതെല്ലാം ഭയങ്കര സങ്കടമായിട്ട് മനസ്സിൽ കിടന്നതാണ്. ഒളിഞ്ഞു നോക്കും, എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നൊക്കെ. ആരും വരില്ല, കാരണം ദൂരവാ, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലെ അതെല്ലാം ഓർത്ത് ഒരുപാട് കരഞ്ഞ് എല്ലാം മനസ്സിൽ നിന്നെല്ലാം വിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. അപ്പൊ ഇങ്ങനെ എനിക്ക് തൈറോയിഡിന്റെ ചെറിയൊരു വിഷമം ഉള്ളപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, മോനെ നിനക്ക് എന്തെങ്കിലും പഴയ വിഷമങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എങ്കിലും ഞാനൊന്നും പറയത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മ പറയുമായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഓരോരോ ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ, ഇനി അതൊക്കെ എളുപ്പം മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അൽഹംദുലില്ലാ, നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. ഈ ട്രഷറിലൊന്ന് ജോയിൻ ചെയ്യണം കേട്ടാ. ഓക്കെ, ആയിക്കോട്ടെ. പേരെന്തായിരുന്നു? നസീറ. ഇന്നലെ ആണെന്ന് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളും നമ്മളെ മറ്റേ സാറുമായിട്ട് ഒരുമിച്ച് പഠിച്ചാണല്ലേ? നിങ്ങളും മറ്റേ സാറുമായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കൗൺസിലിംഗ് സെക്ഷനിൽ ആരെങ്കിലും വന്നിരിക്കുമ്പോഴാണേലും അവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് നമുക്ക് പോകത്തില്ലായിരുന്നു. അത് ഓർത്തിട്ടും എനിക്കിങ്ങനെ സങ്കടം വരുമായിരുന്നു. പിന്നെ അത് അപ്പൊ അതും ഓൾറെഡി അങ്ങനത്തെ ഒരിക്കലും ആരുമായിട്ട് ഷെയർ ചെയ്യില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ വിഷമങ്ങൾ ചെറുതൊക്കെ ആണെങ്കിൽ പിന്നെയും ഹസ്ബൻഡിനോടൊക്കെ പറയുമായിരുന്നു.
പക്ഷെ നമ്മൾ മറ്റുള്ളവരെ വിഷമങ്ങൾ കൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ അതെല്ലാം മൈൻഡിൽ കിടക്കുവാണ് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു, സങ്കടമൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പൊ എല്ലാം മാറി, ഓക്കെ ആയി. സന്തോഷം. റിയലി എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ഞാനൊരിക്കൽ റാസൽ ഖൈമയില് UAE ഒരു സ്റ്റേറ്റ് ആണ്, അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിൽ സംഘാടകനായ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഞാനൊരു കൗൺസിലറാണ്, ഒത്തിരി നാളായി കൗൺസിലിംഗ് ചെയ്യുന്നു, സാർ എനിക്കൊരു കൗൺസിലിംഗ് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഒത്തിരി മനസ്സിന് എന്താണെന്നറിയില്ല, വലിയ ഭാരമുണ്ട്. അപ്പൊ ഈ കൗൺസിലേഴ്സും ഈ ഡോക്ടേഴ്സും ലോയേഴ്സും ടീച്ചേഴ്സും പോലീസ് ഓഫീസേഴ്സും പൊതുജനങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു കവചം ധരിച്ചിരിക്കണം, എന്നും ക്ലെൻസ് ചെയ്യുന്ന ഒരു കവചം ധരിച്ചിരിക്കണം. അത് ഒരു പ്രിക്വേഷൻ എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ശരീരവും മനസ്സും ആത്മാവിനെയും ക്ലെൻസ് ചെയ്ത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അത്രയും സമാധാനത്തിലും ധൈര്യത്തിലും ആധികാരികമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്കൊരു സംശയമില്ല. എൻ്റെ ശരീരഭാഷയെ നിങ്ങൾ സംശയം കാണുന്നുണ്ടോ? ഇല്ല. എൻ്റെ ബോഡി ലാംഗ്വേജിലോ എൻ്റെ വാക്കിലോ എൻ്റെ ഞാൻ പറയുന്ന കാര്യത്തിൽ 100% ഞാൻ കോൺഫിഡൻ്റ് ആണ്, ആധികാരികമാണ്. കാരണം ഞാൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ഫീഡ്ബാക്ക് പറയുന്നത്. ഏതെങ്കിലും ഒരു ആശയം ഏതെങ്കിലും ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്നോ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവില്ല. ആ സമയത്തൊരിത് വരും. അതല്ല ഇത് എന്ന് പറയുന്നത് ആധികാരികമാണ്. ഞാൻ സംസാരിക്കുന്നത് 100% ആധികാരികമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇനി ട്രഷറിലാണെങ്കിലും ശരി, EFTയിലാണെങ്കിലും ശരി, മണി മൈൻഡ് സെറ്റിലാണെങ്കിലും ശരി, 110% ഒരു തരിമ്പ് പോലും ഒരു സംശയവുമില്ലാതെ കോൺഫിഡൻറ്റോടുകൂടി 110% ആധികാരികമായി പറയാൻ കാരണം ഞാനിതെന്നും എന്നെ ഈ രൂപത്തിൽ പരിവർത്തിപ്പിക്കുന്നത് കൊണ്ടാവും. ഞാനൊരു അശ്രദ്ധയുള്ളൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ, ഞാൻ എന്നുള്ളതല്ല ആരാണെങ്കിലും ശരി, ഏതൊരാൾ ഒരു ശ്രദ്ധയുമില്ല, ചിന്തിക്കുന്ന എന്താ ശ്രദ്ധയില്ല, കഴിക്കുന്ന എന്താ ശ്രദ്ധയില്ല, പറയുന്ന എന്താ ശ്രദ്ധയില്ല, പിന്നെ എന്താ പറയാ, എങ്ങോട്ടാ പോകുന്നത് എന്താ ഒരു ആലോചനയില്ലാത്ത ഒരാൾക്കും ഒരിക്കലും, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്കും ഒരിക്കലും എങ്ങും എത്താനാവില്ല. എപ്പോഴും പറയാറുണ്ട്, ഗംഗാ നദിയായിരിക്കുന്നത് അതിന് 2 അതിരുകൾ ഉള്ളത് കൊണ്ടാണ്. ആ 2 അതിരുകളില്ലെങ്കിൽ ഗംഗാ നദിയല്ല, വെള്ളം അങ്ങോട്ടോ പോകും, നദി അവിടെ ഉണ്ടാവില്ല. ഒരു തോടായി നിൽക്കുന്നത് അതിന് 2 അതിരുകൾ കൊണ്ടാണ്. ഞാൻ പറയുന്നത് ലൈഫിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ല, നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവിൽ തന്നെ അതിന് സജഷൻ കിട്ടിയിട്ട് നമ്മുടെ ഗുരു നമ്മളായിട്ട് മാറണം. അതല്ലാതെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല. മോനെ നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ, അതൊന്നും അവൻ്റെ ഉള്ളിലില്ല. നമ്മൾ അവൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവനൊന്നും ചെയ്യൂല. മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹാപ്പി പാർക്കിന്റെ ഒരു ക്ലാസ്സും നമ്മൾ ക്ലാസ് മാത്രമാക്കാത്തത്. പിന്നെ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവരുടെ പല തോട്ടുകളും എനിക്ക് അവിടെ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസും ഒക്കെ ആൾക്കാരെടുത്ത് പോകുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചില ആൾക്കാർ വരുമ്പോൾ തന്നെ ഇതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ എന്നൊക്കെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരാണോ, അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ പോകുന്നതിന് മുമ്പ് അവരൊക്കെ മാറും, ചിരിച്ച് ഉല്ലസിച്ച്. അതായത് നേരത്തെ ഇവർ പറഞ്ഞ പോലെ ഇന്നലത്തെ സെഷൻ എന്നല്ല, ഏത് സെഷൻ ആണെങ്കിലും ഹാപ്പി പാർക്കിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ടാണ് പറയുന്നത്. ആര് അവരുടെ മനസ്സ് തുറന്നു വെച്ചാൽ, ആര് മുൻധാരണകളില്ലാതെ, പ്രജുഡ്യൂസ് ഇല്ലാതെ, ഇതെന്തെങ്കിലും ഫിനാൻഷ്യലിന് വേണ്ടി നടത്തുന്നതാണോ, ഇത് ഇങ്ങേർക്ക് വല്ല ഫേമസ് ആവാൻ വേണ്ടി നടത്തുന്നതാണോ, യൂട്യൂബ്, ചില ആൾക്കാരുടെ ചിന്ത എന്താണ്, യൂട്യൂബിൽ ലൈക്ക് അടിക്കൂല, കമന്റ് ഒന്നും ചെയ്യൂല, അഥവാ അടിച്ചാൽ ഇത് ഇങ്ങേർക്ക് വല്ല ഗുണം കിട്ടും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണത്തെ കുറിച്ച് അവർക്ക് യാതൊരു ബോധമില്ല. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ശരി, അങ്ങേർക്കൊന്നും കിട്ടരുത്. പണ്ടൊരു അമ്മായിമ്മ പറഞ്ഞില്ലേ, മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളെ കണ്ണീരൊന്ന് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഹാപ്പി പാർക്ക് ആധികാരികമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റം ഉണ്ടാവുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ ഏതായാലും വലിയ സന്തോഷം, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി പാർക്കിനെ കൂടെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നലത്തെ കോട്ടയത്തെ പ്രോഗ്രാം എല്ലാവരും
ഒരു ഉത്സവ ലഹരിയായിരുന്നു എന്നതിൽ വലിയ സന്തോഷം. സാർ ഇന്നലെ ഉണ്ടായിരുന്നോ? ബാലൻ ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിട്ടില്ല. കോട്ടയത്ത് ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ, ഇല്ല ശരി. സാർ, എനിക്ക് പറ്റില്ല സാർ. ഞാൻ ഈ പത്രത്തിന്റെ ഇടയിൽ പത്രവിതരണമാണ് രാവിലെ, അതിന്റെ ഇടയിൽ കാണലേ ഉള്ളൂ. മറ്റ് പൂർണ്ണമായിട്ട് ഇതിൽ ഇൻവോൾവ് പറ്റുന്നില്ല. മണി മൈൻഡ് സെറ്റ് പങ്കെടുത്തോ സാറ്? എനിക്ക് പറ്റുന്ന ഭാര്യ ചെയ്യല്, അവര് നിലവിലുണ്ട് 14. കുഴപ്പമില്ല. സാറ് 15 ചെയ്യാൻ പറ്റുമോ നോക്കും. ട്രഷറിലൊക്കെ വരാൻ പറ്റുമോ? തന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് രാവിലെ തന്നെ പത്രത്തിന്റെ ആളാ. ശരി. ശരി സാർ, ഏതായാലും ഓക്കെ, താങ്ക് യു. വലിയ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ഞാൻ ചെയ്യാം. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അങ്ങനെയാണ് വൈഫിനായ ഇതില് രജിസ്റ്റർ ചെയ്ത്. സാറേ അതിന് ലിങ്ക് ഒന്ന് അയക്കുവോ? മണി മൈൻഡ് സെറ്റ് 15ന്റെ ലിങ്ക് ഒന്ന് അയക്കുവോ? ഇതില് ഒന്ന് അയക്കുവോ? എല്ലാവർക്കും വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്. സാറേ തോമസ് സാറ് സംസാരിച്ചില്ലല്ലോ. ഓക്കെ, തോമസ് സാർ ആരാ? തോമസ് ചെറിയ തോമസ് സാറ് സംസാരിച്ചില്ലല്ലോ. സംസാരിച്ചു. ഫസ്റ്റ് സംസാരിച്ചു. തോമസ് സാറല്ലേ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അതെ അതാണ് ഹോട്ടലിൽ ബുക്ക് ചെയ്തത് സാറാണ്. അതാണ് വിട്ടുപോയതാണല്ലേ സാർ. നമ്മൾ ഇന്നലെ മര്യാദ അവിടെ ചെന്ന സമയത്ത് തന്നെ തോമസ് സാറെ പേര് അവർ പറഞ്ഞു. അതെ അടുത്ത ആളാന്നൊക്കെ പറഞ്ഞു. അതെ. ശരി, അപ്പൊ സാർ അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എറണാകുളത്തെ പ്രോഗ്രാം മാർച്ച് 15-നാണ്. അതായത് ഈ താങ്ക് യു സർ. താങ്ക് യു.